സമ്മർ റിലീസിന് ശേഷം മോളിവുഡിൽ സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതാണ് ഓണം റിലീസുകൾക്കായി. വ്യത്യസ്ത ജോണറുള്ള സിനിമകൾ ഒരുമിച്ച് ഏറ്റുമുട്ടുമ്പോൾ ബോക്സ് ഓഫീസിൽ തീപാറുമെന്ന് പലരും കരുതുന്നത് ബിഗ് ബജറ്റ് സിനിമകളാണ് ഇത്തവണ ഓണത്തിന് മാറ്റുരയ്ക്കുന്നത്. പൃഥ്വിരാജ് നായകനാകുന്ന ഖലീഫ, ദുൽഖർ മോളിവുഡിലേക്ക് തിരിച്ചു വരുന്ന അയ്യാങ്കയും, നിവിൻ പോളി ഗിരീഷ് കോംബോ ആദ്യമായി ഒന്നിക്കുന്ന ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്നിവയാണ് ഓണം റിലീസായി വമ്പന്മാർ. ഈ മൂന്നിൽ ഏത് ചിത്രമാകും കപ്പ് നേടുക എന്ന കാര്യത്തിൽ ഇപ്പോൾ തന്നെ ആരാധകർ ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു. അനൗൺസ്മെന്റ് സമയത്ത് അധികം ഹൈപ്പില്ലാതിരിക്കും, എന്നാൽ പിന്നീട് ഗ്ലിംസിലൂടെ ഹൈപ്പ് ഉയർത്തുകയും ചെയ്ത ചിത്രമാണ് ഖലീഫ. മമ്മൂ പൃഥ്വിരാജും വൈശാഖും 16 വർഷത്തിന് ശേഷം ഒന്നിക്കുന്ന ചിത്രം 2021 അനൗൺസ്മെന്റ് ചെയ്തത്. കഴിഞ്ഞ വർഷം ഷൂട്ടിംഗ് ആരംഭിച്ച ചിത്രം അവസാനഘട്ട ഷൂട്ടിലാണ്. ചിത്രത്തിൽ ഹൈപ്പ് ഉയർത്താൻ മോഹൻലാലിന്റെ സാന്നിധ്യമുണ്ട്. പൃഥ്വിരാജിന്റെ മുത്തച്ഛനായ മാമ്പറയ്ക്കൽ അഹമ്മദ് അലിയുടെ കഥാപാത്രമായിട്ടാണ് മോഹൻലാൽ വേഷമിടുന്നത്. എൽ ബ്രാൻഡ് എന്ന ഫാക്ടറിലൂടെ ഖലീഫ ഹൈപ്പ് ഉയർത്തുന്നുവെങ്കിൽ, ഇപ്പുറത്ത് സ്വന്തം ബ്രാൻഡായിട്ടാണ് ദുൽഖറിന്റെ വരവ്. കൊത്തയുടെ പരാജയത്തിന് ശേഷം മോളിവുഡിൽ നിന്ന് മാറിയുന്ന താരം വമ്പൻ തിരിച്ചുവരവാണ് കളമൊരുക്കുന്നത്. നഹാസ് ഹിദായത്ത് അണിയിച്ചൊരുക്കുന്ന അയാം ഗെയിം അടുത്തിടെയാണ് പൂർത്തിയായത്. 150-ലധികം ദിവസം നീണ്ടുനിന്ന ഷൂട്ടായിരുന്നു ചിത്രത്തിൻ്റേത്. സെപ്റ്റംബർ 20-നാണ് ചിത്രം തിയേറ്ററിലെത്തുന്നത്. സർവ്വമായയുടെ ഗംഭീര തിരിച്ചുവരവ് നടത്തിയ നിവിൻ പോളി തൻ്റെ സേഫ് സോണിലേക്ക് വീണ്ടും എത്തുന്ന ബെത്ലഹേം കുടുംബ യൂണിറ്റിൽ പ്രതീക്ഷകളുണ്ട്. പ്രേമലുവിനു ശേഷം ഗിരീഷ് സംവിധാനം ചെയ്യുന്ന ചിത്രം സർപ്രൈസ് ഹിറ്റാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. കുറുമ്പ പ്രേക്ഷകരുടെ ആദ്യ ചോയ്സായി BK മാറുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഓണം റിലീസുകൾക്ക് ഒരാഴ്ച മുമ്പ് തമിഴ് ബിഗ്ഗിയായ ജയിലർ 2 പ്രദർശനത്തിനെത്തിയേക്കും. ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും വലിയ സ്റ്റാർ കാസ്റ്റിലിറങ്ങിയ ജയിൽ 2 പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയാൽ ഓണം റിലീസുകൾക്ക് വെല്ലുവിളിയാകും. വമ്പൻ സിനിമകൾ ഏതായാലും ഒന്നാമതെത്ത് എന്നറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകരും.